പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം പ്രസിദ്ധീകരിച്ച പോസ്റ്റ് പിൻവലിച്ച PRD. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചത്. എറണാകുളം ഹൗസിൽ പ്രധാനമന്ത്രി താമസിച്ചപ്പോഴുള്ള ലളിത ജീവിതമായിരുന്നു എറണാകുളം PRD വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ച മണിക്കൂറുകൾക്കകം പോസ്റ്റ് മുക്കിയതിൽ PRDക്ക് മറുപടിയില്ല. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? PRD ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പിൻവലിക്കുകയുണ്ടായി, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ദൃശ്യ, പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം നമുക്കറിയാം. അദ്ദേഹം എവിടെ പോകുമ്പോഴും പരമാവധി ലളിത ജീവിതം തന്നെ നയിക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനിടയിലുണ്ടായ അദ്ദേഹത്തിന്റെ ലളിത ജീവിതം വ്യക്തമാക്കിയ ഒരു പോസ്റ്റ് ആയിരുന്നു PRD ആദ്യം പ്രസിദ്ധീകരിച്ചത്. ആ പോസ്റ്റാണ് ഉന്നതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സർക്കാർ തലത്തിലുള്ള ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി 2 ദിവസം 16, 17 തീയതികളിൽ കേരളത്തിലെത്തിയപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ തങ്ങിയിരുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഈ 2 ദിവസവും കരിക്കിൻ വെള്ളവും ഒപ്പം തന്നെ പഴങ്ങളും കഴിച്ചാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അല്ലെങ്കിൽ ആർഭാടകരമായ ഭക്ഷണമോ ആർഭാടകരമായ ജീവിതമോ ഒന്നും തന്നെ നയിച്ചിരുന്നില്ല. ഇക്കാര്യമാണ് PRD റിലീസായി പുറത്തിറക്കുകയും ചെയ്തിരുന്നത്. പ്രാണപ്രതിഷ്ഠ, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള വ്രതത്തിൽ കൂടിയായിരുന്നു പ്രധാനമന്ത്രി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കരിക്കിൻ വെള്ളവും പഴങ്ങളും മാത്രമാണ് കഴിച്ചിരുന്നത്. നിരവധി ഭക്ഷണങ്ങൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗസ്റ്റ് ഹൗസിൽ ഒരുക്കുകയും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് കരിക്കിൻ വെള്ളം മാത്രമായിരുന്നു. മാത്രമല്ല, തിരികെ പോകുന്ന ദിവസം 17-ാം തീയതി അദ്ദേഹം തിരിച്ച് പോകുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രമാണ് കുടിച്ചത്. നിലത്ത് കിടന്നുറങ്ങിയായിരുന്നു പ്രധാനമന്ത്രി കിടന്നത് പോലും. വലിയ ബെഡ് അടക്കം ഒരുക്കിയിരുന്നു അദ്ദേഹത്തിനായി. 30,000 രൂപ വിലയുള്ള ബെഡാണ് ഒരുക്കിയതെന്നെല്ലാം സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഇതൊന്നും തന്നെ ഉപയോഗിച്ചില്ല. അദ്ദേഹം നിലത്ത് യോഗ മാറ്റ് വിരിച്ചു. യോഗ മാറ്റിന് മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി അതിലാണ് കിടന്നു ഉറങ്ങുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ലളിത ജീവിതം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു PRD അതിന്റെ ഗ്രൂപ്പിൽ, വെബ്സൈറ്റിലും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകർക്ക് റിലീസായും ഇറക്കിയിരുന്നത്. ഇതാണ് PRD മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസമാണ് 18-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഒരു റിലീസ് പുറത്തിറക്കുന്നത്. അതിനുശേഷം തന്നെ അധികം വൈകാതെ ഇത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ വലിയ തോതിൽ ഇപ്പോൾ ഈ ഒരു വിഷയം ചർച്ചയായി വരികയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം അങ്ങനെ വാർത്തയാക്കേണ്ട, അത് ആളുകളിലേക്ക് എത്തുന്ന സ്ഥിതി വേണ്ട, ലളിത ജീവിതം ജനങ്ങളെ അറിയിക്കേണ്ട എന്ന തലത്തിൽ ഉള്ള നിർദ്ദേശമാണ് PRDക്ക് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചത്, സർക്കാർ തലത്തിൽ തന്നെ ലഭിച്ചത്. അതിന് പല ആളുകളുടെ ഉന്നതരായ മന്ത്രി തലത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോഴും എന്തുകൊണ്ട് പോസ്റ്റ് പിൻവലിച്ചു, എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റിൽ നിന്ന് ഈ വാർത്ത പിൻവലിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് ഇട്ടു നൽകിയ റിലീസിൽ നിന്ന് ഈ വാർത്ത എന്തുകൊണ്ട് പിൻവലിച്ചു എന്നതിന് കൃത്യമായ മറുപടി PRDക്കില്ല. അത് പിൻവലിച്ചു ചില കാരണങ്ങളാൽ എന്ന് മാത്രമാണ് പറയുന്നത്. CPMന്റെ സൈബർ കേന്ദ്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതം വാർത്തയാക്കിയ PRDക്കെതിരെ സൈബർ സഖാക്കളടക്കം രംഗത്ത് വന്നു. സൈബർ കേന്ദ്രങ്ങൾ വലിയ തോതിലുള്ള വിമർശന ശരങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലും ഇടപെടലുകൾ ഉണ്ടായി. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിൽ ലളിത ജീവിതം സാധാരണ മലയാളികളായ ആളുകളിലേക്ക് എത്തുന്ന കേരളത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകാനോ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം PRDക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത്. PRD സാധാരണ നിലയിൽ ചെയ്ത ഒരു പോസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് അടക്കമുള്ള വാർത്തകൾ ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ചെയ്തത്. അവിടെ അദ്ദേഹം കരിക്കിൻ വെള്ളം കുടിക്കുകയും ആപ്പിൾ, ഏത്തപ്പഴം, മുന്തിരി, പേരക്ക, മാതളം എന്നീ പഴങ്ങൾ ആണ് അദ്ദേഹത്തിന് അവിടെ കഴിക്കാൻ നൽകിയത്. നോർത്ത് ഇന്ത്യൻ ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നെങ്കിലും അതൊന്നുപോലും അദ്ദേഹം കഴിച്ചിരുന്നില്ല എന്ന കാര്യവും അതിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കിങ് സൈസ് ബെഡ് തയ്യാറാക്കിയെങ്കിലും അദ്ദേഹം നിലത്ത് വുഡൻ ഫ്ലോറിൽ യോഗ മാറ്റ് വിരിച്ച് അതിനു മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടന്നുറങ്ങിയത് എന്നാണ് ഈ വാർത്തയിൽ PRD തന്നെ പറയുന്നത്. എത്രമാത്രം ലളിത ജീവിതമാണ്
അദ്ദേഹം നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് അത് മാത്രമല്ല ഇതോടൊപ്പം തന്നെ 4:30 പിറ്റേ ദിവസം പുലർച്ചെ 17 പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം 4:30 ഉണർന്നു. അദ്ദേഹം യോഗയെല്ലാം ചെയ്തതിനു ശേഷം ആവശ്യപ്പെട്ടത് ചൂടുവെള്ളം മാത്രമാണ്. ആ ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പിന്നീട് അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് യാത്ര തിരിക്കുക. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം തന്നോട് സഹകരിച്ച, തനിക്ക് വേണ്ടി പ്രവർത്തിച്ച അവിടെയുള്ള ഗസ്റ്റ് ഹൗസിലെ ആളുകൾക്കെല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് മടങ്ങി എന്ന കാര്യവും PRD ഈ മുഖ്യ പോസ്റ്റിൽ നിന്ന് പിൻവലിച്ച പോസ്റ്റിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം തവണയാണ് അദ്ദേഹം എത്തുന്നതെന്നും നേരത്തെ 2019 ഗസ്റ്റ് ഹൗസിൽ താമസിച്ചത് എന്ന കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി ഈ കരിക്കിൻ വെള്ളം മാത്രം കുടിച്ച് ആർഭാടങ്ങളില്ലാതെ ജീവിച്ചു എന്ന കാര്യം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദൃശ്യ